നിഖിൽ, ഗുഡ് മോർണിംഗ്. ഇലത്തൂർ കൊലപാതകവുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പ് കഴിഞ്ഞ ദിവസം പോലീസ് നടത്തിയിരുന്നു. ഈ പ്രതി പറഞ്ഞ കാര്യങ്ങൾ പോലീസ് അപ്പാടെ വിശ്വസിക്കുകയും ചെയ്തിട്ടില്ല. ഇന്നിപ്പോൾ എന്തൊക്കെ നടപടിക്രമങ്ങളായിരിക്കും ഉണ്ടാവുക? ഗുഡ് മോർണിംഗ്. ഫെബ്രുവരി 2 വരെയാണ് പ്രതി വൈശാഖൻ പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഇക്കാലയളവിൽ പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ നീക്കം. ഇന്നലെ വിശദമായ തെളിവെടുപ്പടക്കം ഇയാളുടെ ഇൻഡസ്ട്രിയിൽ തെളിവെടുപ്പടക്കം നടന്നിരുന്നു. പോലീസിനോട് പറഞ്ഞത് ഞങ്ങൾ രണ്ടുപേരും ആത്മഹത്യ ചെയ്യാൻ കരുതിയിരുന്നു എന്നാണ്. മാധ്യമങ്ങളോട് പിന്നീട് ആ കാര്യം പ്രതി വൈശാഖൻ ആവർത്തിച്ചു. പക്ഷേ തനിക്ക് ആത്മഹത്യ ചെയ്യാൻ കഴിഞ്ഞില്ല, അതിൽ തനിക്ക് കുറ്റബോധമുണ്ട്, ഭാര്യയോട് ഈ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു എന്നൊക്കെയാണ് പ്രതി പറയുന്നത്. പക്ഷേ പോലീസ് ഇക്കാര്യമൊന്നും വിശ്വാസത്തിലെടുത്തിട്ടില്ല. അതൊരു കൊലപാതകം തന്നെയായിരുന്നു എന്നാണ് പോലീസ് കരുതുന്നത്. പോലീസിന് അറിയേണ്ടത് പ്രധാനമായും 2 കാര്യങ്ങളാണ്. ഒന്ന്, മുൻപ് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ, കൊലപാതക ശ്രമങ്ങൾ ഈ പ്രതി നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ കൊലപാതകത്തിന് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന്. എന്തായാലും ഈ വരുന്ന 2 ദിവസം കൂടി ഇക്കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരിക്കും അന്വേഷണ സംഘം നടത്തുക. പ്രവിത. ശരി, നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.